കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. എല്ലാവരും മാനിഫെസ്റ്റേഷനെ പറ്റിയും ലോ ഓഫ് അട്രാക്ഷനെ പറ്റിയുമൊക്കെ കേട്ടിട്ടുണ്ട്. എല്ലാ മനുഷ്യർക്കും ആഗ്രഹമുണ്ട്, താൻ ആഗ്രഹിക്കുന്നതൊക്കെ നേടിയെടുക്കണം, മറ്റുള്ള ആളുകളെ പോലെ നല്ല സുഖമായും സന്തോഷമായുമൊക്കെ ജീവിക്കണം, ഇപ്പോൾ നമുക്കുള്ള ഈ ദുരിതകാലമൊക്കെ മാറണം. ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കാത്ത മനുഷ്യരാരുമില്ല. പക്ഷേ ഒരു ദിവസം നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പം മുതൽ രാത്രി കിടന്നുറങ്ങുന്ന ആ സമയം വരെ എന്തിനൊക്കെ നമ്മൾ ഇല്ല അല്ലെങ്കിൽ നോ എന്നൊക്കെ പറയുന്നുണ്ട്. സാധിക്കില്ല, പറ്റില്ല, പോകാൻ സാധിക്കുകയില്ല, എനിക്കതിന് സാധിക്കുകയില്ല, എനിക്കതിന് പറ്റില്ല, എനിക്കതിനുള്ള സാഹചര്യമില്ല, പണമില്ല, ഇങ്ങനെ ഇല്ല 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 എന്ന വാക്ക് നമ്മൾ എത്ര തവണ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ വളരെ ചെറിയ കാലത്ത് മുതൽ നോ എന്നാണ് പറഞ്ഞു പഠിപ്പിക്കുന്നത്. അതായത് നമുക്കതിനൊന്നും പറ്റില്ല മോനെ, നമുക്ക് പണമില്ല, നമുക്കതുകൊണ്ട് അതൊന്നും സാധിക്കത്തില്ല, അപ്പുറത്തെ വീട്ടിലെ ആളുകൾ അവർക്ക് പണമുണ്ട്, അതുകൊണ്ട് അവരതൊക്കെ സാധിച്ചെടുക്കുന്നു, നമുക്ക് പറ്റില്ല, നമ്മൾ അങ്ങനെ ആഗ്രഹിക്കരുത്. ഇങ്ങനെ എല്ലാം വളരെ ചെറുപ്പകാലം മുതൽ ഇങ്ങനെ നെഗറ്റീവ് ഫീലിംഗ് ആണ് നമ്മുടെ മനസ്സിലേക്ക് എല്ലാവരും കുത്തി നിറച്ചിരിക്കുന്നത്. നമ്മളും ഇത് തന്നെയാണ് അടുത്ത തലമുറയ്ക്കും കുത്തി നിറച്ചു കൊടുക്കുന്നത്. നമ്മൾ സ്വയം അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. ഉദാഹരണമായിട്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരിടത്ത് ഇരിക്കുകയാണ് എന്ന് കരുതുക. ഒരാൾ വന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എഴുന്നേറ്റ് നടക്കാൻ സാധിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്? പറ്റും, എനിക്ക് എഴുന്നേറ്റ് നടക്കാനായിട്ട് സാധിക്കും. ഉടൻ തന്നെ അയാൾ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് പറക്കാൻ സാധിക്കുമോ? നമ്മൾ ഒരു സംശയവും കൂടാതെ പറയും, എനിക്ക് പറക്കാൻ സാധിക്കുകയില്ല. ഇങ്ങനെ പറയും. എന്തുകൊണ്ടാണ് നമുക്ക് നടക്കാൻ സാധിക്കുമെന്നും നമുക്ക് പറക്കാൻ സാധിക്കുകയില്ല എന്നും നമ്മൾ പറയുന്നത്? കാരണം നമ്മുടെ ഭൂതകാല അനുഭവങ്ങൾ, പാസ്റ്റ് എക്സ്പീരിയൻസ്. ഇതിനു മുമ്പ് നമ്മൾ ഒരിക്കലും പറന്നിട്ടില്ല, പക്ഷെ നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നിസ്സംശയം പറയുന്നത്, എനിക്ക് നടക്കാൻ സാധിക്കും, പക്ഷേ പറക്കാൻ സാധിക്കുകയില്ല. ഇന്ന് നമുക്ക് നടക്കാൻ സാധിക്കുന്നു, ഇന്ന് നമുക്ക് പറക്കാൻ സാധിക്കുന്നില്ല എന്ന് കരുതി നാളെ നമുക്ക് പറക്കാൻ സാധിക്കുകയില്ല എന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? ഇല്ല. ചിലപ്പോൾ നാളെ നമുക്ക് പറക്കാൻ സാധിച്ചേക്കാം. പക്ഷേ നമ്മളെപ്പോഴും എന്തു ചെയ്യും? നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് അനുസരിച്ചിട്ട് നമ്മൾ ഓരോ കാര്യവും അങ്ങ് തീരുമാനിക്കും. ഉദാഹരണമായിട്ട് നമുക്കൊരു വീട് വെക്കണം, നമുക്ക് വീടില്ല, നമ്മുടെ കയ്യിൽ ആകെ 500 രൂപ മാത്രമേ ഇപ്പം നമ്മുടെ കൈവശമുള്ളൂ. ബാങ്കിൽ എല്ലാം കൂടെ നുള്ളിപ്പെറുക്കിയാൽ 10,000-5,000 രൂപ കാണും. ഒരു വീട് വെക്കണമെങ്കിൽ ഏറ്റവും മിനിമം ഒരു വീട് വെക്കണമെങ്കിൽ എത്ര രൂപയാവും? 10-30 ലക്ഷം രൂപയാവും. പക്ഷേ ആ 5,000 രൂപ കയ്യിലുള്ള എനിക്ക് എങ്ങനെയാണ് വീട് വെക്കാൻ സാധിക്കുന്നത്? ഞാൻ ചുമ്മാതെ മാനിഫെസ്റ്റേഷൻ ചെയ്തുകൊണ്ടിരുന്നാലോ, അല്ലെങ്കിൽ നാമം ജപിച്ചുകൊണ്ടിരുന്നാലോ, അല്ലെങ്കിൽ ഇങ്ങനെ പ്രകൃതിയോട് നോക്കി ഇങ്ങനെ എനിക്ക് വീട് വെക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാലോ ഒക്കെ തന്നെ എനിക്ക് വീട് വെക്കാൻ സാധിക്കുമോ? ഇല്ല. എന്നെക്കൊണ്ട് ഈ ജന്മം നടക്കില്ല. കാരണം എൻ്റെ കയ്യിൽ ആകെ 5,000 രൂപയുള്ളൂ. നുള്ളിപ്പെറുക്കിയ 5,000 രൂപ കാണും. എനിക്ക് വേറെ ആരും സഹായിക്കാനുമില്ല, സ്വർണവുമില്ല, ഒന്നുമില്ല, പണയം വെക്കാനും ഒന്നുമില്ല, വസ്തുക്കളുമില്ല. ഞാനിങ്ങനെ വാടക വീട്ടിൽ താമസിക്കുന്നു. പിന്നെ ഞാൻ എങ്ങനെയാണ് വീട് വെക്കുന്നത്? ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? സ്വയം അങ്ങ് തീരുമാനിക്കും. പക്ഷേ നിങ്ങൾക്ക് വീട് വെക്കാൻ സാധിക്കുമോ? നാളെ നിങ്ങൾക്കതിനുള്ള സാഹചര്യം ഉണ്ടാകുമോ എന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്ര ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്നത്? ഇന്ന് നിങ്ങളുടെ കയ്യിൽ 5,000 രൂപയെ കാണുകയുള്ളൂ. പക്ഷേ നാളെ നിങ്ങളുടെ കയ്യിൽ 50 ലക്ഷം രൂപ വരാൻ പോകുന്നുവെന്ന് പ്രകൃതി നിശ്ചയിച്ചിരിക്കുകയാണെങ്കിലോ? ഏതെങ്കിലും ഒരു വഴിക്ക് നിങ്ങൾക്ക് 50 ലക്ഷം രൂപ കിട്ടിയാലോ, ലോട്ടറി അടിച്ചാലോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാർഗം നിങ്ങളുടെ മുമ്പിൽ തെളിഞ്ഞു വന്നാലോ പറയാൻ പറ്റുമോ? ഇല്ല. പക്ഷേ നമ്മൾ അതിനെ പറ്റിയിട്ടല്ല ചിന്തിക്കുന്നത്. നമ്മൾ എപ്പോഴും എന്താണ് ചിന്തിക്കുന്നത്? എനിക്ക് സാധിക്കുകയില്ല,
എൻ്റെ കയ്യിലില്ല, ഇത് പഠിച്ചാൽ ഞാൻ ജയിക്കുകയില്ല, എനിക്കൊരിക്കലും വീട് വെക്കാൻ പറ്റില്ല, ഈ ദുരിത കാലഘട്ടത്തിൽ നിന്ന് എനിക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റുകയില്ല, ഇങ്ങനെ ഇല്ല 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 എന്ന് നമ്മൾ സ്വയം അങ്ങ് തീരുമാനിക്കും. നമ്മൾ വിശ്വസിക്കും, നമ്മുടെ മനസ്സിനെ പറഞ്ഞങ്ങ് വിശ്വസിപ്പിക്കും. ഓ, അതൊന്നും നടക്കില്ല, എനിക്കതിനുള്ള ഭാഗ്യമൊന്നുമില്ല. നിങ്ങളാണോ തീരുമാനിക്കുന്നത് ഭാഗ്യമില്ലെന്ന്? ഇപ്പോൾ നിങ്ങൾക്ക് ദുരിതകാലമായിരിക്കും, പക്ഷേ നാളെ നിങ്ങൾക്ക് നല്ല കാലം വരാം. പക്ഷേ നമ്മൾ നമ്മുടെ മനസ്സിനെ പറഞ്ഞങ്ങ് വിശ്വസിപ്പിക്കും, നടക്കില്ല, വരില്ല, കിട്ടില്ല, എനിക്കതിന് സാധിക്കുകയില്ല എന്ന് മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കും. പിന്നെ എങ്ങനെയാണ് നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കുന്നത്? നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില ഉയർന്ന ഉദ്യോഗസ്ഥർ, അവരുടെ ആ ഒരു കോൺഫിഡൻസ്, ചില രാഷ്ട്രീയക്കാർ, അവരുടെ ആ കോൺഫിഡൻസ്, എന്തിനു പറയുന്നു, ചില കള്ളന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ടോ, അവരുടെ ആ കോൺഫിഡൻസ്, അതാണ് അവരെ രക്ഷപ്പെടുത്തുന്നത്. പക്ഷേ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായിക്കഴിഞ്ഞാൽ അതിൽ നിന്നും ഒളിച്ചോടി മാറിയിരിക്കുന്ന മനുഷ്യർ ഒരിക്കലും വിജയിക്കുന്നതായി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. അതിനാദ്യം വേണ്ടത് എന്താണ്? മനസ്സിൻ്റെ ബലം. എനിക്കതിന് സാധിക്കും, എൻ്റെ കയ്യിൽ ഒരു 500 രൂപയേ ഉള്ളൂ, ശരി മതി, ആ 500 രൂപ മതി. പക്ഷേ നാളെ ഒരു 50 ലക്ഷം രൂപയുടെ വീട് വെക്കാനായിട്ട് എനിക്ക് പറ്റും, എൻ്റെ മുമ്പിലേക്ക് ആ പണം വരും എന്ന് നമ്മൾ ഉറച്ച് വിശ്വസിച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിലേക്ക് ആ പണം എത്തിച്ചേരുക തന്നെ ചെയ്യും. പക്ഷേ മനസ്സിൽ സംശയമുണ്ടാകരുത്, ഉറച്ച് വിശ്വസിക്കണം. കള്ളന്മാർ നമ്മളെ പറ്റിക്കാനായിട്ട് വരുന്ന സമയത്ത് നമ്മളെ പറഞ്ഞ് അവരെ വിശ്വസിപ്പിക്കുകയാണ്. നിങ്ങൾ ഇന്ന കാര്യം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ കിട്ടും എന്ന് നമ്മളെ അവരെന്ത് ചെയ്യുകയാണ്? പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണ്. ആ വിശ്വാസം, നമ്മുടെ ആ വിശ്വാസം നേടിയെടുക്കുന്നു അവരാദ്യം. അപ്പം നമ്മളും അവരെ എന്ത് ചെയ്യും? അങ്ങ് പൂർണ്ണമായിട്ട് വിശ്വസിക്കും. ആ വിശ്വാസത്തിൻ്റെ പുറത്തായിരിക്കും നമ്മൾ അവരുടെ തട്ടിപ്പിൽ ചെന്ന് വീഴുന്നത്. പക്ഷേ അവരൊരു കോൺഫിഡൻസ് ഇല്ലാതെ നമ്മളോട് സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്കും സംശയം തോന്നും, നമ്മൾ അവരുടെ തട്ടിപ്പിൽ വീഴില്ല. അതുപോലെ തന്നെയാണ് മനസ്സും. മനസ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? പറഞ്ഞ് അതിന് സാധിക്കും, എനിക്ക് വീട് വെക്കാൻ പറ്റും, എനിക്ക് വിജയിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞ് നമ്മുടെ മനസ്സിനെ വിശ്വസിപ്പിക്കണം. അങ്ങനെ വിശ്വസിപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് പറ്റും. ഏറ്റവും പ്രധാനമായിട്ടുള്ള, ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി പറയുക എന്നുള്ളതാണ്. നമ്മുടെ മനുഷ്യരുടെ സാധാരണ ജീവിതത്തിലാണെങ്കിൽ പോലും നമ്മൾ നന്ദി കെട്ടവരായി പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും മേൽഗതി ഉണ്ടാവുകയില്ല. അതുകൊണ്ട് നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം ഓർത്തോർത്ത് നമ്മൾ എന്ത് ചെയ്യണം? നന്ദി പറയണം. താങ്ക് യു എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക. അതായത് നമ്മളിപ്പോൾ ഒരു ബസ്സിൽ കയറാനായിട്ട് പോകുന്നു, കൃത്യസമയത്ത് ബസ് വരുന്നു, കൃത്യസമയത്ത് ബസ് വന്നതുകൊണ്ട് നമുക്ക് കൃത്യസമയത്ത് തന്നെ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് നമുക്ക് എത്താനായിട്ട് സാധിച്ചു. നമ്മൾ എന്ത് ചെയ്യണം? താങ്ക് യു. കൃത്യസമയത്ത് ബസ് വന്നതിൽ നമ്മൾ എന്ത് ചെയ്യണം? നന്ദി നമ്മുടെ മനസ്സിനോട് പറയണം. ഈ പ്രകൃതിയോട്, ഈ പ്രപഞ്ചത്തിനോട് നമ്മൾ നന്ദി പറയണം. അങ്ങനെ ഓരോ കാര്യത്തിനും നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കണം. അങ്ങനെ നന്ദി പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് മനുഷ്യരോടും നന്ദിയുള്ളവരായി തീരും. നമുക്ക് ആരൊരു ഉപകാരം ചെയ്തു തന്നാലും അവരോടൊക്കെ നമുക്ക് നന്ദിയുള്ളവരായി തീരും നമ്മൾ. അങ്ങനെ നിരന്തരം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നന്ദി പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ സന്തോഷത്തോടു കൂടി നന്ദി പറയണം. കാരണം ആ വണ്ടി കൃത്യമായി വന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? കൃത്യസമയത്ത് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് നമുക്ക് എത്താനായിട്ട് സാധിച്ചു. അതുകൊണ്ട് നമ്മൾ പോയ കാര്യം ഭംഗിയായി നമുക്ക് ചെയ്തു തീർക്കാനും സാധിച്ചു. ഇല്ലെങ്കിൽ നമ്മളാകെ ബുദ്ധിമുട്ടിയേനെ. ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പണത്തിൽ കൂടുതൽ ചിലവാക്കി നമുക്ക് അവിടേക്ക് പോകേണ്ടതായും വന്നേനെ. ആ ടെൻഷനൊക്കെ ഒഴിവാക്കി തന്നത് എന്തുകൊണ്ടാണ്? കൃത്യസമയത്ത് ആ ബസ് വന്നതുകൊണ്ടാണ്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം? നന്ദി പറയണം. അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ മനസ്സ് നിറഞ്ഞ് സന്തോഷത്തോടു കൂടി നന്ദി പറഞ്ഞ് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും
ഈ പ്രകൃതി തന്നെ നമുക്ക് നമ്മൾ ആഗ്രഹിച്ചതിലും കൂടുതൽ നമുക്ക് നൽകും എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുക. നല്ല ഒരു ഉറച്ച മനസ്സോടുകൂടി മുമ്പോട്ട് പോവുക. തൊഴിലെടുക്കുക. നമ്മുടെ കർമ്മം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. നല്ല മനഃശക്തിയോടുകൂടി, നല്ല ഒരു ചിന്തയോടുകൂടി, വിജയിക്കും എന്ന ഉറപ്പോടുകൂടി, തനിക്കിതെല്ലാം സാധിച്ചെടുക്കാൻ പറ്റും എന്ന ഒരു ആത്മവിശ്വാസത്തോടുകൂടി ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നന്ദി പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ വെച്ചടി കയറ്റമുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമ്മുടെ മനസ്സാണ് നമ്മളെ വിജയിപ്പിക്കുന്നതും തോൽപ്പിക്കുന്നതും. അതുകൊണ്ട് മനസ്സിനെ തളർത്താതിരിക്കുക. വിജയിച്ച എല്ലാ മനുഷ്യർക്കും നല്ല ആത്മവിശ്വാസമുണ്ട്. നല്ല ആത്മവിശ്വാസം ഉള്ള ആളുകൾക്ക് മാത്രമേ വിജയിക്കുവാനും സാധിക്കുകയുള്ളൂ. ചിലരെ കണ്ടിട്ടുണ്ടോ? ചിലർ ആത്മാർത്ഥതയോടുകൂടി നല്ല വിശ്വാസത്തോടു കൂടി ഇരുന്ന് എന്ത് ചെയ്യും? പഠിക്കും. ആ സമയത്ത് ഇപ്പോൾ PSC ഒക്കെ പഠിക്കാനായിട്ട് പോകുന്ന ചില കുട്ടികളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവർക്ക് നല്ല വിശ്വാസമുണ്ട്, എനിക്കിത് എഴുതിയെടുക്കാൻ പറ്റും എന്ന നല്ല വിശ്വാസത്തോടു കൂടിയിരുന്ന് അവർ പഠിക്കും. ചിലപ്പോൾ ആദ്യം 1, 2, 3, 5 തവണയൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും? അവർ പരാജയപ്പെടും. പക്ഷേ അപ്പോൾ എന്ത് ചെയ്യും? വീട്ടുകാരും നാട്ടുകാരും ഒക്കെ അവരെ കുറ്റപ്പെടുത്തും. ചില കുട്ടികൾ അത് കേട്ട് എന്ത് ചെയ്യും? തളർന്നു പോകും. പക്ഷേ ചിലർ എനിക്കിത് സാധിക്കും, അവരെന്തും പറഞ്ഞോട്ടെ, എനിക്ക് അതിന് സാധിക്കും എന്ന് മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചുകൊണ്ട് അവർ പഠിക്കും. അവർക്കത് നേടിയെടുക്കാനും സാധിക്കും. ആ സമയത്ത് അയലത്തുകാരും ബന്ധുക്കളും ഒക്കെ വന്നിരുന്ന് പറയും, ഞങ്ങൾക്കറിയാമായിരുന്നു അവന് പറ്റും എന്ന്, ഞങ്ങൾക്കറിയാമായിരുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ കൂടെ കൂടുകയും ചെയ്യും. പക്ഷേ നമ്മൾ ആ ആത്മവിശ്വാസമില്ലാതെ ആദ്യം അവർ പറഞ്ഞത് കേട്ട് പഠനം വഴിക്ക് വെച്ച് ഉപേക്ഷിച്ചിരുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം എവിടെ ചെന്ന് അവസാനിക്കുമായിരുന്നു? ആ കാര്യം നമ്മൾ ഓർക്കണം. അതായത് പൂർണ്ണ വിശ്വാസത്തോടു കൂടി മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭഗവാൻ, ഈ പ്രകൃതി നമ്മുടെ കൂടെ ഉണ്ടാവും. നാമം ജപിക്കുക. നാമം ജപിക്കുമ്പോഴും ക്ഷേത്രത്തിൽ പോകുമ്പോഴും പൂർണ്ണ വിശ്വാസത്തോടു കൂടി വേണം ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട്. അല്ലാതെ ഭഗവാനെ എനിക്കത് തരുമോ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കരുത്. എനിക്കത് വേണം, അതിനുള്ള മാർഗം എനിക്ക് കാണിച്ചു തരണം എന്ന് വേണം പറയാനായിട്ട്. എൻ്റെ മനസ്സിന് ശക്തി നൽകണം, ഇങ്ങനെ വേണം പറയാൻ. അവിടെയും ഒരു ധൈര്യം നമുക്കുണ്ടാകണം. ഭഗവാൻ എനിക്കത് നൽകും എന്ന ഉറച്ച ബോധ്യത്തോടു കൂടി ഭഗവാൻ എന്നെ രക്ഷിക്കും. തൽക്കാലം ഞാനൊന്ന് വീണു എന്നേ ഉള്ളൂ, പക്ഷേ എന്നെ കൈ പിടിച്ച് ഭഗവാൻ ഉയർത്തും എന്ന ഒരു പൂർണ്ണ വിശ്വാസത്തോടു കൂടി നിന്ന് നമ്മൾ എന്തു ചെയ്യണം? പ്രാർത്ഥിക്കണം, നമ്മുടെ കർമ്മങ്ങൾ ചെയ്യണം. അതുപോലെ കണ്ടിട്ടുണ്ടോ ചില കുഞ്ഞുങ്ങളെ, തീരെ കൊച്ചു കുഞ്ഞുങ്ങളെ അതിൻ്റെ അമ്മ അടിക്കുന്ന സമയത്ത് ഈ കുഞ്ഞുങ്ങൾ ആ അടിക്കുന്ന അമ്മയെ തന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്തുകൊണ്ടാണ്? എത്ര തല്ലിയാലും ഇത് എൻ്റെ അമ്മയാണ്, അമ്മ എന്നെ ഉപേക്ഷിക്കില്ല എന്ന ആ വിശ്വാസം ആ കുഞ്ഞിനുള്ളത് കൊണ്ടാണ് ആ കുഞ്ഞ് അമ്മ തല്ലിയിട്ടും അമ്മയെ തന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആ കുഞ്ഞ് കരയുന്നത്. അതുപോലെ ആയിരിക്കണം പ്രകൃതിയും ഈശ്വരനുമൊക്കെ ആയിട്ടുള്ള നമ്മുടെ ബന്ധം. മനസ്സിനെ തളർത്താൻ പലരും ശ്രമിക്കും. തളർത്താനാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രമിക്കുന്നത്. പക്ഷേ അതിലൊന്നും വീണു പോകരുത്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ള ആളുകളോട് പറഞ്ഞു നടക്കരുത്. നമ്മൾ നമ്മുടെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു നല്ല ഫലം നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.